ഇന്നിപ്പോൾ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് വന്നിട്ട് 2-3 ദിവസമായി കേട്ടോ. ഇന്നലെല്ലാം സാധാ ചോറും മീൻകറിയെല്ലാം ഉണ്ടാക്കിന്, ഭക്ഷണമെല്ലാം ഉണ്ടാക്കിന്. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും മൂടുണ്ടായിട്ടില്ല. വീഡിയോ ഒരു യൂട്യൂബെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ പിന്നെ അതും ശരിയാവില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് എന്തോ ഒരു എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങോട്ടൊന്നും റെഡിയായി വരുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈസിയായിട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഉള്ളിയും, വെളുത്തുള്ളി, ഇഞ്ചിയും എല്ലാം മുറിച്ചിട്ട് കുക്കറിലൊന്ന് ഒന്ന് വിസിലടുപ്പിച്ചെടുത്തു കേട്ടോ. ഉപ്പിട്ടിട്ടാണ് വിസിലടുപ്പിച്ചെടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട്, ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചിട്ട് ആ വെന്ത ഉള്ളിയും അതെല്ലാം ആദ്യം ഒന്ന് പട്ടയും ഗ്രാമ്പെല്ലാം ഇടുന്നുണ്ട്, ഏലക്കായെല്ലാം. എന്നിട്ട് ആ ഉള്ളി നന്നായി എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല പൊടി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പെരുംജീരകം കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിന്. ഒരു പൊടിക്ക് കുരുമുളക് പൊടി കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ആ ഉള്ളിയിലും വെന്ത എണ്ണയെല്ലാം ഇല്ലേ അതിലെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചിക്കനും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളം ആവശ്യത്തിന് എത്രയാണോ കറി വേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൊടിയും വെള്ളമെല്ലാം ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ് കറിയാണ്, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യുക. ഭയങ്കര ചൂടാണ്, കിച്ചണിലൊന്നും നിൽക്കാനൊന്നും കഴിയില്ല, അത്രയും ചൂടാണ്. 2 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും ക്ഷീണമാകും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് കുക്കറിലെല്ലാം ഇങ്ങനെ ആക്കിയാൽ നല്ല, അല്ലെങ്കിൽ ഉള്ളി വാടാനും കുറേ ടൈം നിൽക്കണ്ടേ. എന്തായാലും ടേസ്റ്റ് ചിക്കൻ കറിയാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നല്ല നെയ്പ്പത്തലോ ദോശയോ ചപ്പാത്തി ഏതിനും ഈ കറി മാച്ചാണ് കേട്ടോ. തേങ്ങ ഒന്നും അരക്കാണ്ട് നല്ല മുളകിട്ട് നല്ല കുറുകി എന്താ പറയുക കട്ടിയുണ്ട്, നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. കുക്കറിൽ ഇങ്ങനെ വിസിലടുപ്പിച്ചിട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൊഴുപ്പ് കൂടും. ടേസ്റ്റ് കറിയാണ്. എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ കണ്ടവരോടുള്ള ഒരുപാട് താങ്ക്സ്. ഇനിയും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ.